ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എനിക്ക് ചെറുതായിട്ടൊരു പനിയോ എന്തൊക്കെയോ ഒരു സംഭവങ്ങളുണ്ട്. എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ ചുമന്നിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇന്ന് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നൊരു കാര്യം, കുറേ കാലമായിട്ട് ഇതെന്നാണോ നോക്കിയിരിക്കുന്നൊരു സംഭവത്തിന് വേണ്ടി പോകാനായിട്ട് പോവുകയാണ്. ഹോപ്പ് എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഇന്ന് വാങ്ങില്ല, ജസ്റ്റ് ഒരു ഷോപ്പിൽ, തലശ്ശേരി ഒരു ഗ്രാൻഡ് സംതിങ് അങ്ങനെ എന്തോ ഒരു പേരിലൊരു ഷോപ്പിൽ നമ്മൾ പോയിട്ട് അവിടെ ആ ഷോപ്പിലുള്ള ആൾക്കാർ അപ്പൂൻ്റെ ഫാമിലീനെ ഇൻവൈറ്റ് ചെയ്തതാണ് തോന്നുന്നു അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സസ് ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കും, അതല്ലെങ്കിൽ വടകര കല്യാൺ സിൽക്സിൽ നിന്ന് എടുക്കും. ഇതാണ് ഈ രണ്ട് ഓപ്ഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് പോയിട്ട് അവിടെ സെലക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരും. ഇന്ന് വാങ്ങില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഡ്രസ്സ് വാങ്ങാനായിട്ട് പോവുള്ളൂ. അപ്പോൾ എനിവേയ്സ്, എൻ്റെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ട് ഗൈസ്, കുറേ ഡ്രസ്സും എടുക്കാനുണ്ട് ഗൈസ്. ഒക്കെ നടക്കുമോ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നൊരു ലേഡീസ് ട്രിപ്പാണ്, ഒരു ഗേൾസ് ട്രിപ്പാണ് ഗൈസ്. എൻ്റെ അമ്മ, അപ്പൂൻ്റെ അമ്മ, ഞാൻ, ഈ 3 പേരാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, കയറിക്കോ. സോ വണ്ടി കയറി ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പൂസിൻ്റെ അമ്മ അവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു അല്ലേ? യെസ്, ഐ തിങ്ക് അമ്മേൻ്റെ കൂടെ ഞാനിങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാറ് കുറവാണ്. അമ്മയ്ക്ക് ഇതിനൊന്നും താല്പര്യമില്ല ഗൈസ്, വരാറില്ല. വൈ യു ആർ നോട്ട് കമ്മിങ്? ഷീ ഈസ് ബിസി ഓൾവേസ്. ഞാൻ കുറേ ദിവസമായി ലീവ് എടുക്കാൻ പറയും, ലീവ് എടുക്കുന്നില്ല. മുഖ്യമന്ത്രിനെക്കാട്ടും തിരക്കാ അല്ലയോ? ചിരിക്കണ്ട. സോ യാ, ലെറ്റ്സ് ഗോ. ഹലോ മമ്മീസ്, ഹായ്. പോവാ, ഏതാ കട അല്ലേ ഗൈസ്? അങ്ങനെ നമ്മളിവിടെ എത്തി. തലശ്ശേരി പുതിയ ഷോറൂം ഓപ്പൺ ആയതാ തോന്നുന്നു. അപ്പോൾ ഇവിടത്തേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തതാണ് സെലക്ഷൻ നോക്കാനായിട്ട്. എനിക്ക് തലശ്ശേരി അങ്ങനെ വലിയ കണക്ഷൻ ഇല്ല, വഴിയൊക്കെ കുറച്ചൊക്കെ തെറ്റിപ്പോയി, പക്ഷേ കൊള്ളാം. എനിക്ക് മുട്ടുന്നു ഗൈസ്, ഭയങ്കര വെയിൽ. കൊള്ളാല്ലേ? എന്താ ഒരു സന്തോഷം എവിടെ? ഗൈസ്, എനിക്കിവിടെ വീഡിയോ എല്ലാം ആണോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ എന്നെ പിടിച്ച് പുറത്താക്കും. ഞാനിവിടെ പറയാം വീഡിയോ എല്ലാം അവിടെ ഫോട്ടോഗ്രാഫി നോട്ടെല്ലാം അവിടെ നിന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഹായ് മഞ്ഞ. ഫോട്ടോയിൽ കുറച്ചുകൂടി ലൈറ്റ് ചെയ്യല്ലോ പോലെ ഉണ്ടല്ലേ? കുത്തിയോ? ഞാൻ അപ്പുറം പോട്ടെ അമ്മ, അങ്ങോട്ട് പോട്ടെ.
എടുക്കാണ്ട് പൊതിച്ചോ. എന്താ ആ ഓ അയച്ചു ഗൈസ്. കട കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ സ്റ്റാഫ് അല്ലേ, എനിക്ക് പക്ഷെ സാരിയൊക്കെ ഇഷ്ടമായി. ഗൈസ് ഇവനോട്ട് ഞാൻ പാവാട തല തിരിച്ചിട്ടിട്ടാ വന്നത്, നാണക്കേടായി ആകെ ഗൈസ്. ഓക്കെ, അപ്പോൾ സെലക്ഷൻ നോർമൽ, കുഴപ്പമില്ല. നമുക്ക് വടകര കല്യാണിലും കൂടി ഒന്ന് പോയി നോക്കാം. ഞാൻ കീ വെച്ച് പറന്നു, പാവാട തിരിച്ചിട്ട് വന്നു, ഫുള്ള് പ്രശ്നം, മുള്ളാനും മുട്ടുന്നു. നമ്മൾ കല്യാൺ സിൽക്സിലേക്ക് പോകാൻ പോവാണ്, വടകര കല്യാൺ. ഞാനിപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തു, മുള്ളി വന്നു ഗൈസ്. ഇനി നമുക്ക് നേരെ കല്യാണിൽ പോയിട്ട് ഡ്രസ്സ് നോക്കാം. ഓക്കെ, ഹോപ്പ് ഇവിടെ നല്ലതായിരിക്കും. മനസ്സിന് എനിക്ക് എല്ലാം ഓക്കെ ആണ്. കല്യാൺ സിൽക്സ്. ഇനി നമ്മൾ എങ്ങോട്ട്? കല്യാണിലേക്ക്. ലെറ്റ്സ് ഗോ. ഇത് രസമുണ്ട്, നല്ല രസം. ഇത് കളറുണ്ട്, മറ്റേനേക്കാളും നല്ല സാരി. എന്താ പറഞ്ഞ സൂപ്പർ സാരി. ചേച്ചീൻ്റെ അതേ സാരീൻ്റെ പച്ച. ഇവിടുന്ന് ഫുള്ള് കിട്ടുന്നുണ്ട്, പക്ഷെ സംഭവം കൊള്ളാം ഗൈസ്. പിങ്ക്. ആ ഗൈസ്, ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഹലോ ഗൈസ്, എടുത്തോ ഗൈസ്. നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നേരെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇക്കണ്ട ദിവസങ്ങൾ അത്രയും കല്യാണത്തിന് ഏത് ഡ്രസ്സ് ഇടും, ഏത് കളർ ഇടും എന്നുള്ള കൺഫ്യൂഷനിൽ ഉറങ്ങാണ്ട് നിന്ന് സ്ക്രോൾ ചെയ്ത് ബ്രൗസ് ചെയ്ത് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ഏത് ഡ്രസ്സ്, ഏത് കളർ, ഏത് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ദ മൊമെൻറ്റ് ഞാൻ നാളെയാണ് ഡ്രസ്സ് നോക്കാനായിട്ട് പോകുന്നതെന്ന് അറിഞ്ഞ ആ ഒരു ടൈം തൊട്ട് മൈ മൈൻഡ് വാസ് കംപ്ലീറ്റ്ലി ക്ലിയർ. ഞാൻ പ്രത്യേകിച്ച് ഒരു എക്സ്പെക്റ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വൺ തിങ് ഇസ് ദ എനിക്ക് ഒരു പിങ്ക് കളർ ഡ്രസ്സ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഐ വിൽ ബി ഓക്കെ. കടയിൽ നിന്ന് വേറെ ഏതെങ്കിലും കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു
പ്രത്യേകിച്ച് അങ്ങനത്തെ വലിയൊരു എക്സ്പെക്റ്റേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡിൽ പോയതുകൊണ്ട് തന്നെ ഒരു കടയിൽ പോകുന്നു, അവിടെ ഒരു പിങ്ക് എടുക്കുന്നു, ഓക്കെ ഇത് മതി. രണ്ടാമത്തെ കടയിൽ പോകുന്നു, വേറൊരു പിങ്ക് കാണുന്നു, ഓക്കെ ഇത് മതി. അത്ര ഈസി ആയിട്ട് തിങ്സ് ഗോൺ. സോ ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. എനിവേസ്, താങ്ക്സ് ടു മൈ ഗോഡ്, മൈ മോം, മൈ അപ്പൂസ് മോം ഫോർ ഗിവിങ് മീ സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട വീഡിയോ, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോയിൽ കാണുന്നത് വരെയും സന്ധിക്കും വരയ്ക്കും വണക്കം. കരിഷ്മ സുരേഷ് സൈനിങ് ഓഫ്. ബൈ.